ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചാനലിന് കഴിഞ്ഞ വീഡിയോയിലൂടെ കിട്ടിയത് ഏകദേശം 150-ൽ കൂടുതൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 200-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇനി പുതിയ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഏപ്രിൽ 11-ന് ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ ആവേശം എന്ന ഫഹദ് ഫാസിൽ സിനിമ തന്നെയാണ് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ചിത്രം തിയേറ്ററിലെത്തി രണ്ടാമത്തെ വെള്ളിയാഴ്ചയും 9-ാം ദിവസവും കൂടിയായി ഇന്നലെയും ഈ ചിത്രം 3 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷനാണ് കേരളത്തിൽ നിന്ന് നേടിയെടുത്തത്. അതായത് ഈ 9 ദിവസവും ഈ ചിത്രം നേടിയെടുത്തിരിക്കുന്നത് 3 കോടിക്ക് മുകളിൽ കളക്ഷനാണ്. ആവേശം എന്ന സിനിമയുടെ 9 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 3 കോടി 50 ലക്ഷം രൂപയും രണ്ടാം ദിവസം 3 കോടി 27 ലക്ഷവും സ്വന്തമാക്കിയ സിനിമ മൂന്നാം ദിവസം 3 കോടി 57 ലക്ഷം രൂപയും നാലാം ദിവസം 3 കോടി 95 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിരുന്നത്. അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച 3 കോടി 68 ലക്ഷം രൂപയും ആറാം ദിവസമായ ചൊവ്വാഴ്ച 3 കോടി 57 ലക്ഷവും സ്വന്തമാക്കിയ സിനിമ ഏഴാം ദിവസമായ ബുധനാഴ്ച 3 കോടി 37 ലക്ഷം രൂപയും എട്ടാം ദിവസമായ വ്യാഴാഴ്ച 3 കോടി 24 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി 10 ലക്ഷം രൂപയാണ്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 28 കോടി 15 ലക്ഷം രൂപ കേരള കളക്ഷൻ സ്വന്തമാക്കിയ ഈ സിനിമ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയോടെ 31 കോടി 25 ലക്ഷം രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷൻ 5 കോടിക്ക് മുകളിലാണ്. ആദ്യ 8 ദിവസം പിന്നിടുമ്പോൾ തന്നെ 65 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്ന സിനിമ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയോടെ 70 കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇനി ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തി മികച്ച കളക്ഷനായി മുന്നേറുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലേക്ക് വന്നാൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഈ ചിത്രം കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യപ്പെടുകയുണ്ടായി. UK ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെയും ഈ ചിത്രം ഹെവി പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത്. ഇന്നലെ വെള്ളിയാഴ്ചയോടെ 9 ദിവസം പിന്നിട്ട ഈ ചിത്രത്തിന്റെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ ദിവസം 3 കോടി നേടിയ സിനിമ രണ്ടാം ദിവസം 2 കോടി 75 ലക്ഷം രൂപയും മൂന്നാം ദിവസമായ ശനിയാഴ്ച 3 കോടി 10 ലക്ഷം രൂപയും നാലാം ദിവസമായ വീക്കെൻഡ് ദിവസം കൂടിയ ഞായറാഴ്ച 3 കോടി 37 ലക്ഷം രൂപയുമാണ് സ്വന്തമാക്കിയത്. അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച 2 കോടി 86 ലക്ഷം രൂപയും ആറാം ദിവസമായ ചൊവ്വാഴ്ച 2 കോടി 49 ലക്ഷവും സ്വന്തമാക്കിയ സിനിമ ഏഴാം ദിവസമായ ബുധനാഴ്ച 2 കോടി 19 ലക്ഷം രൂപയും എട്ടാം ദിവസമായ വ്യാഴാഴ്ച 1 കോടി 89 ലക്ഷം രൂപയുമാണ് കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്തത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 21 കോടി 65 ലക്ഷം രൂപ കളക്ട് ചെയ്ത സിനിമയുടെ 9-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഇന്നലെയും ഈ ചിത്രം കേരളത്തിൽ നിന്ന് 1 കോടി 60 ലക്ഷത്തിൽ മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ 9 ദിവസം കൊണ്ട് 23 കോടി 25 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള കളക്ഷൻ. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 55 കോടിക്ക് മുകളിൽ കളക്ഷനാണ് ചിത്രം 9 ദിവസം കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ഉണ്ണി മുകുന്ദൻ സിനിമയായ ജയ് ഗണേഷ് എന്ന സിനിമയിലേക്ക് വന്നാൽ രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമ 9 ദിവസം പിന്നിടുമ്പോൾ 2 കോടി 70 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലാണ് ചിത്രത്തിന്റെ GCC ഓവർസീസ് റിലീസ് പൂർത്തിയായത്. ഈ രാജ്യങ്ങളിൽ നിന്നും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നുമുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. പൃഥ്വിരാജ് നായകനായി ബ്ലസ്സി സംവിധാനം ചെയ്ത് മാർച്ച് 28-ന് തിയേറ്ററിലെത്തിയ ആടുജീവിതം എന്ന സിനിമയിലേക്ക് വന്നാൽ ആദ്യ 20 ദിവസം കൊണ്ട് ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായി 68 കോടി 70 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 21-ാം ദിവസമായ ബുധനാഴ്ച ഈ ചിത്രം കേരളത്തിൽ നിന്ന് 1 കോടി 20 ലക്ഷം രൂപയും 22-ാം ദിവസമായ വ്യാഴാഴ്ച ഈ ചിത്രം 1 കോടി 6 ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത്. 23-ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയും ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 1 കോടിക്ക് മുകളിലാണ്. അങ്ങനെ 23 ദിവസം പിന്നിട്ട ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 72 കോടിയിൽ എത്തി നിൽക്കുകയാണ്. നിലവിൽ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമ 2018 89 കോടി രൂപയാണ് ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ. ആടുജീവിതം എന്ന സിനിമ ഇനി കേരള ബോക്സ് ഓഫീസിൽ ഇൻഡസ്ട്രിയേറ്റ് വിജയം നേടിയെടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ പുതിയ വിവരങ്ങളൊന്നും തന്നെ 2 ദിവസമായി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്കിലും 23 ദിവസം കൊണ്ട് ഈ ചിത്രം 150 കോടിക്ക് മുകളിൽ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ പുതുതായിട്ട് വന്ന ഏറ്റവും പുതിയ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ OTT റിലീസിംഗ് ആണ്. ഈ ചിത്രം മെയ് 3-ന് Disney+ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യും എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ വന്നിട്ടുള്ളത്. മറ്റൊരു മലയാള ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ് വന്നിട്ടുള്ളത് അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട് എന്ന സിനിമയുടേതാണ്. മികച്ച അഭിപ്രായം നേടിയെടുത്ത് ആവറേജ് വിജയം സ്വന്തമാക്കിയ ഈ സിനിമ ഇന്നലെ രാത്രി ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.